പാകിസ്ഥാനിൽ വമ്പൻ കലാപം. പാകിസ്ഥാൻ നെടുകയും കുറുകയും പിളരാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ബലൂചിസ്ഥാന് പിന്നാലെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സിന്ധു പ്രവിശ്യയിലും വലിയ സംഘർഷം. പുതിയ സിന്ധു ദേശത്തിന്റെ പ്രഖ്യാപനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞായറാഴ്ച മുതൽ ജനങ്ങൾ കറാച്ചിയിലും പരിസര പ്രദേശങ്ങളിലും തെരുവിലിറങ്ങിയത്. പട്ടാളവുമായും പോലീസുമായും ജനങ്ങൾ ഏറ്റുമുട്ടി 5ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കറാച്ചിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. സിന്ധു ദേശത്തിന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുള്ള ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനാണ് ഷഹബാസ് ഷരീഫ് ഭരണകൂടം ഇപ്പോൾ പട്ടാളത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ, ജനങ്ങൾക്ക് നേരെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അസീം മുനീർ തന്റെ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പാകിസ്ഥാനിൽ ആഭ്യന്തര കലഹം അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. പാകിസ്ഥാനെ നിരന്തരമായി അലട്ടി ഓരോ പ്രവിശ്യയും സ്വാതന്ത്ര്യം നിരന്തരമായി ആവശ്യപ്പെടുന്നു. നമുക്കറിയാം, ബലൂജ് മേഖലയിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നിരന്തരമായി സംഘർഷം നടക്കുകയാണ്. ബലൂജ് ലിബറേഷൻ ആർമി എന്ന സംഘടന ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരങ്ങൾ, സംഘർഷങ്ങൾ അത് പാകിസ്ഥാനെ കൊണ്ടുചെന്നെത്തിച്ചത് ഏറ്റവും ഗതികെട്ട അവസ്ഥയിലാണ്. പാകിസ്ഥാൻ സൈന്യത്തെ കൂട്ടക്കുരുതി നടത്തുന്നു BLA. പാകിസ്ഥാൻ സൈന്യം BLAയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കറാച്ചി പ്രവിശ്യ സിന്ധു മേഖല പച്ചയ്ക്ക് കത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി സിന്ധു മേഖല സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അത് എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് വലിയ സംഘർഷത്തിലേക്ക്, കലാപത്തിലേക്ക് എത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ ജീവിക്കേണ്ടതില്ല, ഞങ്ങൾക്ക് പാകിസ്ഥാന്റെ കീഴിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല, പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങൾക്ക് സ്വതന്ത്രമാകണം, ഞങ്ങൾക്ക് സിന്ധു ദേശം എന്ന ഒരു രാജ്യം വേണം. ഇതാണ് സിന്ധു മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, സിന്ധു മേഖല അത് എന്നും എല്ലാ കാലത്തും ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട നോട്ടമുള്ള മേഖലയായിരുന്നു. ദിവസങ്ങൾക്കും മാസങ്ങൾക്കും മുൻപാണ് സിന്ധ് ഇന്ത്യയുടെ ഭാഗമാകുന്ന കാലം വിദൂരമല്ല എന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. സിന്ധു പ്രവിശ്യ ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറും. POKയ്ക്കൊപ്പം സിന്ധും ഇന്ത്യയുടെ ഒപ്പം ചേരുന്ന കാലം വിദൂരമല്ല എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു. ഇപ്പോൾ ഇതാ രാജ്നാഥ് സിംഗ് പറഞ്ഞതിനും ആഴ്ചകൾക്ക് പിന്നാലെ സിന്ധു പ്രവിശ്യയിൽ വലിയ കലാപങ്ങൾ ഉണ്ടായിരിക്കുന്നു. തെരുവുകളിൽ ജനങ്ങൾ സംഘടിക്കുന്നു, പോലീസിന് നേരെ കല്ലെറിയുന്നു, പോലീസിന് നേരെ പെട്രോൾ ബോംബ് എറിയുന്നു, പോലീസിനെ വടികൊണ്ടടിക്കുന്നു, പോലീസ് ആകട്ടെ പ്രക്ഷോഭകാരികൾക്ക് നേരെ തോക്കെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ അസീം മുനീർ എന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നു, തെരുവുകളിൽ കാണുന്ന മുഴുവൻ പേരെയും വെടിവെച്ചു കൊല്ലൂ. തെരുവുകളിൽ നടക്കുന്ന സിന്ധ് പ്രവിശ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളെ ആയുധം ഉപയോഗിച്ച് അടിച്ചമർത്തു. സ്വന്തം സൈന്യത്തിന് നേരെ രാസായുധം പ്രയോഗിക്കാൻ പോലും മടിക്കാത്ത ഒരു സേനയായി പാകിസ്ഥാൻ സേന മാറുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. പാകിസ്ഥാനിൽ വലിയ സംഘർഷം. ബലൂചിസ്ഥാനെ പോലെ, ഖൈബർ പഷ്തൂങ്കയെ പോലെ ഇപ്പോൾ ഇതാ സിന്ധ് പ്രവിശ്യയും സ്വാതന്ത്ര്യം ആവശ്യപ്പെടുകയാണ്. കറാച്ചിയിൽ വലിയ തെരുവ് യുദ്ധം നടക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. We'll be right back.